ഹലോ ഗായ്സ്, നമ്മളിന്ന് ഇവിടെ എടുക്കാൻ പോണത് കനുപ്രിയയിലത്തെ ഫസ്റ്റ് മൊഡ്യൂൾ പൂർവരാഗിലത്തെ രണ്ടാമത്തെ പോയമാണ് ദൂസരാ ഗീത്ത്. നമുക്ക് നോക്കാം ദൂസരാ ഗീത്ത്. यह जो अकस्मात आज मेरे जिस्म के सितार के एक एक तार में तुम झंकार उठे हो, सच बतलाना मेरे स्वर्णिम संगीत, तुम कब से मुझ में छिपे सो रहे थे. എന്താ പറയണത്? യഹ് ജോ അകസ്മാത് എന്ന് പറഞ്ഞാൽ അകസ്മാത് മീൻസ് സഡൻലി എന്നാണ്. സഡൻലി അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ ഈ പെട്ടെന്നുള്ള ആജ് മേരെ ജിസ്മ കെ സിത്താർ കെ, ഇന്ന് എൻ്റെ ജിസ്മ എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സിത്താർ കെ. സിത്താർ എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് നമ്മൾ വീണ ഇല്ലേ, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വീണ, അതിൽ നമ്മളിങ്ങനെ കുറേ എന്താ പറയുക വയേഴ്സൊക്കെ ഉണ്ടാവും അല്ലേ. ഇങ്ങനെ ആ വയേഴ്സ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഫിംഗേഴ്സ് കൊണ്ട് ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ സൗണ്ടൊക്കെ കേൾക്കാം, മണിനാദമൊക്കെ കേൾക്കാൻ പറ്റും. അപ്പം അതാണ് ഈ സിത്താർ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ശരീരത്തിലുള്ള സിത്താർ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വീണ. അപ്പം സിത്താർ കെ ഏക് ഏക് താർ മേ തും ജങ്കാർ ഉഠേ ഹോ. എന്താ പറയുന്നത്? സിത്താറിൻ്റെ, അതായത് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ താർ എന്ന് പറഞ്ഞാൽ അതിലുള്ള വയേഴ്സ് ഉണ്ടല്ലോ, അതാണ് വയറുകളില്ലേ അത്. അപ്പോൾ ഓരോ വയേഴ്സിലും എന്താണ്? ഏക് ഏക് താർ മേ തും ജങ്കാർ ഉഠേ ഹോ, നിൻ്റെ മണിനാദം കേൾക്കാനായിട്ട് പറ്റും. ജങ്കാർ മീൻസ് മണിനാദമാണ്. അപ്പം മണിനാദം കേൾക്കാനായിട്ട് പറ്റും. സച്ച് ബത്ലാന മേരെ സ്വർണീം സംഗീത്, സത്യം പറയണമേ എൻ്റെ സുവർണ സംഗീതമേ. ബത്ലാന മീൻസ് പറയണം എന്നാണ്. എൻ്റെ മേരെ സ്വർണീം സംഗീത്, സുവർണ സംഗീതമേ. തും കബ്സേ മുജ്മേ ചിപ്പേ സോ രഹേ ഥേ, നീ എത്ര നാളായി എന്നിലിങ്ങനെ ഒളിഞ്ഞിങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. സത്യം പറയണമേ എൻ്റെ സുവർണ സംഗീതമേ, നീ എത്ര നാളായി എന്നിലിങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ലൈൻസ് നോക്കാം. സുനോ മേ അക്സർ അപ്നെ സാരേ ശരീർ കോ പോർ പോർ കോ അവഗൂഠൻ മേ ഢക്കർ തുമ്ഹാരെ സാമനെ ഗയി. എന്താ പറയുന്നത്? സുനോ, കേൾക്കുക. മേ അക്സർ അപ്നെ സാരേ ശരീർ കോ, ഞാൻ പലപ്പോഴും എൻ്റെ മുഴുവൻ ശരീരത്തിനെ, പോർ പോർ കോ, എൻ്റെ ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങളെയും, അവഗൂഠൻ മേ ഢക്കർ തുമ്ഹാരെ സാമനെ ഗയി. അവഗൂഠൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ത്രീഖ മാഥ ഓർ മൂഹ് ഢക്കന എന്നാണ് പറയുക. ഗൂങ്കട്ടില്ലേ, നമ്മൾ രാധ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ വരുന്ന ഫിഗർ തലയിൽ ഇങ്ങനെ തട്ടൊക്കെ ഇട്ടിട്ട് ഒരു രാധയുടെ ഒരു വസ്ത്രരീതിയാണ് അല്ലേ. അതല്ലേ നമ്മുടെ ഫ്രണ്ടിൽ രാധ എന്നൊക്കെ പറയുമ്പോൾ വരുന്നത്. കൃഷ്ണൻ്റെ രാധയുടെ വസ്ത്രരീതിയൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ അവഗൂഠൻ എന്ന് പറയുന്നത് അതാണ്. ഈ കവർ ചെയ്യുക, അതായത് നമ്മുടെ ശരീരം അല്ലെങ്കിൽ തല, അതേപോലെ മുഖം, ആ ഭാഗങ്ങളൊക്കെ കവർ ചെയ്യാൻ, ശരീരഭാഗങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കവർ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ആ ഒരു അവഗൂഠന്മേ, ആ ഒരു ആസെപ്റ്റിക്കിൽ എന്താ മൂടിക്കൊണ്ട്, ഢക്കർ അടച്ചുകൊണ്ട്, കവർ ചെയ്തിട്ടാണ് ഞാൻ നിൻ്റെ മുന്നിൽ പലപ്പോഴും വന്നിട്ടുള്ളത്. മുझे തുംസെ കിത്നി ലാജ് ആത്തി ഥി, എനിക്ക് നിന്നോട് എത്ര ലജ്ജയാണ് തോന്നിയിരുന്നത്, എന്തൊരു നാണമാണ് എനിക്ക് വന്നിരുന്നത് നിൻ്റെ ഫ്രണ്ടിലോട്ട് എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ. അതായത് ഈ തലയിൽ ഇങ്ങനെ തട്ടം അല്ലെങ്കിൽ ഘൂങ്കട്ട് അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ എനിക്ക് പലപ്പോഴും നാണക്കേട് അല്ലെങ്കിൽ ലജ്ജ, നാണം വരാറുണ്ടെന്നാണ് പറയുന്നത്. മുझे തുംസെ കിത്നി ലാജ് ആത്തി ഥി, എനിക്ക് നിന്നോട് എത്ര ലജ്ജയാണ് തോന്നിയിരുന്നത്. മേനെ അക്സർ അപ്നി ഹത്തേലിയോ മേ, ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ കൈപ്പത്തികളിൽ, ഹത്തേലിയോ മേ മീൻസ് കൈപ്പത്തികളിൽ, അപ്നാ ലാജ് സേ ആരക്ത് മോഹ് ഛിപ്പാ ലിയാ ഹേ, എന്താ ഷെയിം അല്ലേ, ലജ്ജ കൊണ്ട് ഇങ്ങനെ നാണം കുണുങ്ങിയിട്ടുള്ള ചുവന്ന മുഖം എൻ്റെ, അതാണ് ലാജ് സേ ആരക്ത് മൂഹ്, ചുവന്ന ഇങ്ങനെ എന്താ പറയുക, നാണം വന്നിട്ടൊക്കെ ഇങ്ങനെ ചുവന്നിരിക്കുന്ന മുഖം മറച്ചിട്ടുണ്ട്. ഛിപ്പാ ലിയാ ഹേ, മറച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. मुझे तुमसे कितनी लाज आती थी, मैंने अक्सर तुमसे केवल तम के प्रगाढ़ पर्दे में मिली. എന്താ പറയുന്നത്? मैं अक्सर तुमसे केवल तम के प्रगाढ़ पर्दे में मिली, ഞാൻ പലപ്പോഴും നിന്നെ കണ്ടിട്ടുള്ളത്
എവിടെ വെച്ച് മാത്രമാണ്? പ്രഗാഡ് പർദേ മേ മിലി. പ്രഗാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഗാഡ് മീൻസ് ഇൻറ്റൻസ് ആണ്, ഇൻറ്റൻസ് തീവ്രമായ. തം മീൻസ് അന്ധേര, അന്ധകാർ, അതായത് അന്ധകാരം അല്ലെങ്കിൽ ഇരുണ്ട് നിറഞ്ഞ, തീവ്രമായിട്ടുള്ള ഇരുണ്ട് നിറഞ്ഞ, അതാണ് തം മീൻസ് അന്ധകാരം, പ്രഗാഡ് മീൻസ് ഇൻറ്റൻസ്, തീവ്രമായിട്ടുള്ള അന്ധകാരം നിറഞ്ഞ പർദേ, സ്ക്രീൻ, അതിലാണ്, സ്ക്രീൻ ഉണ്ടല്ലോ, അതാണ് പർദേ എന്ന് പറഞ്ഞ സ്ക്രീൻ, അതിലാണ് പലപ്പോഴും നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത്. ജഹാ ഹാത്ത് കോ ഹാത്ത് നഹി സൂജ്താ ഥാ, അവിടെയാണെങ്കിൽ കൈകൾക്ക് കൈകളെ മനസ്സിലാവില്ല. ഹാൻഡ് ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹാൻഡ് എന്നാണ്. കൈകൾക്ക് കൈകളെ മനസ്സിലാവാത്ത ഒരു അന്ധകാരം നിറഞ്ഞ ഇൻറ്റൻസ്, അതായത് തീവ്രമായിട്ടുള്ള, പ്രഗാഢത്തം അന്ധകാരം, തീവ്രമായിട്ടുള്ള അന്ധകാരം നിറഞ്ഞ സ്ക്രീനിലാണ് പലപ്പോഴും ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത് അല്ലേ. മുझे तुमसे കിത്തനി ലാജാത്തി തി, എനിക്ക് നിന്നോട് എപ്പോഴും വളരെ നാണമാണ് തോന്നിയിരുന്നത്, നിന്നെ കാണുമ്പോൾ വളരെ ഷെയിം, ലജ്ജയാണ് തോന്നിയിരുന്നത്. പർ ഹായ് മുझे ക്യാ മാലൂം ഥാ, പക്ഷെ എനിക്ക് എന്തറിയാമായിരുന്നു, കി ഇസ് വേല ജബ് അപ്നേ കോ, ഇസ് വേല എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വേലയിൽ എനിക്കറിയില്ലായിരുന്നു, ഇസ് വേല ജബ് അപ്നേ കോ, ഈ ഒരു വേലയിൽ, അപ്നേ സെ छिपाने के लिए मेरे पास कोई आवरण नहीं रहा, तुमसे मेरे जिस्म के एक एक तार से झंकार उठोगी. എന്താ പറയുന്നത്? മുझे ക്യാ മാലൂം ഥാ, എനിക്ക് എന്തറിയാമായിരുന്നു ഈ ഒരു വേലയിൽ എന്താണ്, അപ്നേക്കോ അപ്നേസി छिपाने ലിയെ, അതായത് എന്നെ തന്നെ എന്നിൽ നിന്ന് മറയ്ക്കാനായിട്ട്, മേരെ പാസ് കോയി ആവരൺ നഹി രഹ, എന്നിൽ എന്താണ് ഒരു ആവരൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കവർ ചെയ്യാൻ, അടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആവരണം ഉണ്ടല്ലോ, നമ്മളെ തന്നെ കവർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആവരണങ്ങൾ, അത് വസ്ത്രങ്ങളാവാം, അല്ലെങ്കിൽ തലയിലിടുന്ന തട്ടമാവാം, അല്ലെങ്കിൽ എന്താ പറയുക, അതൊക്കെ ആവാം. അതാണ് ഈ ആവരണം എന്ന് പറഞ്ഞാൽ, കവർ ചെയ്യാൻ, റാപ്പർ എന്ന് പറയുന്നത് നമ്മൾ, അതാണ് കവർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ആ ആവരണങ്ങളൊന്നും തന്നെ എന്നെ തന്നെ മറയ്ക്കാനായിട്ട് ആ ഒരു വേലയിൽ ഇല്ല എന്നാണ് പറയുന്നത്. തുമ്മേലെ ജിസ്മ കെ ഏക് ഏക് താർ സേ ജങ്കാർ ഉഠോഗേ, നീ എൻ്റെ എന്താണ് ശരീരത്തിൻ്റെ ഓരോ ഏക് താർ സേ, ഓരോ വയേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്, ഉസേ ഝങ്കാർ ഉഠോഗേ. ഝങ്കാർ ഉഠോഗേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഝങ്കാർ ഉഠ്ന മീൻസ് മണിനാദമാണ്. അപ്പം നീ എൻ്റെ ശരീരത്തിലുള്ള വീണയുടെ ആ വയേഴ്സ്, താർ ഉണ്ടല്ലോ, അതിൽ നിന്ന് നിൻ്റെ മണിനാദം ഇങ്ങനെ കേൾക്കാനായിട്ട് പറ്റും. സുനോ, കേൾക്കുക, സച്ച് ബത്ലാന മേരെ സ്വർണീം സംഗീത്, അതാ റിപ്പീറ്റഡ് ലൈൻസ് ആണ് കേട്ടോ. സച്ച് ബത്ലാന മേരെ സ്വർണീം സംഗീത്, സത്യം പറയണമേ എൻ്റെ സുവർണ സംഗീതമേ. ക്ഷൺ കി പ്രതീക്ഷാമേ, ഈ ഒരു നിമിഷം, ക്ഷൺ എന്ന് പറഞ്ഞാൽ നിമിഷം എന്നാണ്. ഈ ഒരു നിമിഷത്തിൻ്റെ പ്രതീക്ഷാമേ, ഈ നിമിഷം ഇങ്ങനെ കാത്തു നിന്നുകൊണ്ട്, കബ്സേ മുജ്മേ ഛിപേ സോ രഹേ ഥേ, സത്യം പറയുക എൻ്റെ സുവർണ സംഗീതമേ, ഈ ഒരു നിമിഷം നീ കാത്തു നിന്നുകൊണ്ട് എത്ര നാളായി എന്നിൽ ഇങ്ങനെ ഒളിഞ്ഞ് കിടക്കുന്നു. ഇതാണ് നമ്മുടെ ദൂസരാ ഗീത്.